Good morning. From the previous class, we got an idea that the genetic material is DNA. In 1928, Griffith conducted experiments and discovered transforming principle. Followed by this, three scientists, Avery, MacLeod and McCarthy, conducted a series of experiments about 11 years to know the chemical nature of genetic material. And in two ways, they discovered that the genetic material is DNA. But due to a strong belief that the genetic material is protein, many scientists did not accept their discovery. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്? ഓർമ്മയുണ്ടോ? ജനറ്റിക് മെറ്റീരിയൽ ഏത് മോളിക്യൂളാണ് എന്ന് കണ്ടെത്തുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, അല്ലേ? അതില് ഗ്രിഫിത്ത് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ കണ്ടുപിടിച്ചു. അതില് ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിനും അതുപോലെ ലിവിങ് ആർ സ്ട്രെയിനും മിക്സ് ചെയ്ത് എലിയിൽ കുത്തിവെച്ചപ്പോൾ ന്യൂമോണിയ ഉണ്ടായി. അപ്പൊ അതിന് ഗ്രിഫിത്ത് കണ്ടെത്തിയത് എന്താ? ബാക്ടീരിയയില് ജനറ്റിക് മെറ്റീരിയല് ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് പാസ് ചെയ്യുമെന്ന് കണ്ടെത്തി. അപ്പൊ ഇനി ആ പാസ് ചെയ്തത് ഏതാ എന്ന് കണ്ടെത്തിയാൽ മതിയില്ലേ? അതാണ് ആവരി, മാക്ലോഡ്, മെക്കാർത്തി എന്ന് പറയുന്ന മൂന്ന് സയന്റിസ്റ്റുകൾ 11 വർഷം എടുത്തുകൊണ്ട് കണ്ടുപിടിച്ചത്. ഇങ്ങനെ അവര് ബാക്ടീരിയന്ന് അവരുടെ ബയോമോളിക്യൂൾസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എലിയിൽ ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് ന്യൂമോണിയ ഡെവലപ്പ് ചെയ്യണോ ഇല്ലേ എന്ന് കണ്ടെത്തി. അങ്ങനെ അവരെന്താ മനസ്സിലാക്കിയത്? DNA ഇഞ്ചക്ട് ചെയ്തപ്പോ ന്യൂമോണിയ ഡെവലപ്പ് ചെയ്തു. എന്നിട്ട് ഇത് ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പിന്നെ എന്ത് ചെയ്തു? എൻസൈംസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ബയോമോളിക്യൂൾസിനെ ഡീഗ്രേഡ് ചെയ്ത് ഡീനാച്ചുർ ചെയ്തുകൊണ്ട് ഇഞ്ചക്ട് ചെയ്ത് നോക്കി. അങ്ങനെ DNase എന്ന് പറയുന്ന എൻസൈം ഉപയോഗിച്ചപ്പോ ന്യൂമോണിയ ഡെവലപ്പ് ചെയ്തില്ല. അപ്പൊ അവർക്ക് മനസ്സിലായി ജനറ്റിക് മെറ്റീരിയല് DNA ആണ് എന്ന്. പക്ഷേ അത് പ്രോട്ടീനാണ് എന്ന ഒരു വിശ്വാസമുള്ളത് കൊണ്ട് കുറെ സയന്റിസ്റ്റുകൾ അത് അംഗീകരിച്ചില്ല. സോ അഗെയിൻ experiment conducted to emphasize the chemical nature of genetic material, and finally it is very clearly proved that the genetic material is DNA. So that last experiment is discussed in this class. Okay, so our subheading is the genetic material is DNA. The genetic material is DNA. So now the debate is between the DNA and
the protein. So in 1952, two scientists, Hershey and Chase, Alfred Hershey and Martha Chase conducted experiment in bacteriophage. Hershey and Chase conducted experiments with bacteriophage and the bacteria to know whether protein or DNA is the genetic material. What is a bacteriophage? Bacteriophage is a virus attacking bacteria. ബാക്ടീരിയയെ അറ്റാക്ക് ചെയ്യുന്ന വൈറസിനാണ് ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്. ദിസ് ബാക്ടീരിയോഫേജ് അറ്റാച്ച് ഓൺ ദി സർഫസ് ഓഫ് ബാക്ടീരിയ, റിലീസ് ഇറ്റ്സ് genetic material into the bacteria. Bacteria receive that genetic material and consider it as its own genetic material and produce its replication copies. So new viral particles are developed. അപ്പൊ എന്താണ് ബാക്ടീരിയോഫേജ് ചെയ്യുക? ഒരു ബാക്ടീരിയന്റെ മുകളിൽ അറ്റാച്ച് ചെയ്യും. എന്നിട്ട് ബാക്ടീരിയന്റെ ഉള്ളിലേക്ക് അതിന്റെ ജനറ്റിക് മെറ്റീരിയല് റിലീസ് ചെയ്യും. ഈ ജനറ്റിക് മെറ്റീരിയൽ ബാക്ടീരിയയുടേതാണ് എന്ന് വിചാരിക്കും. അങ്ങനെ ബാക്ടീരിയയുടെ ജനറ്റിക് മെറ്റീരിയലിൽ അത് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ റെപ്ലിക്കേഷൻ നടക്കും. അങ്ങനെ ബാക്ടീരിയയിൽ നിന്ന് വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ പുതിയ വൈറൽ പാർട്ടിക്കിൾസ് ഡെവലപ്പ് ചെയ്യും. ഇതാണ് ബാക്ടീരിയോഫേജ് ചെയ്യുക. എ വൈറസ് ലൈക്ക് ബാക്ടീരിയോഫേജ് possess only two biomolecules. They are the genetic material and the protein code. The genetic material may be DNA or RNA. So, during the infection of bacteriophage, that bacteriophage is releasing its genetic material into the bacteria. That may be either the DNA or the protein. So, Hershey and Chase conducted experiment to prove whether DNA or protein passed into the bacteria. This is the Hershey-Chase experiment to prove the genetic material is DNA. For this, Hershey and Chase grew virus in a medium containing the radioactive phosphorus, that is an isotope of phosphorus, the 32P. This isotope is a radioactive isotope. So some bacteriophage were
grown in radioactive phosphorus containing medium. When bacteriophage is grown in this medium, their DNA became radioactive because phosphorus is present in the DNA and it is not present in the protein. Thus, by growing the bacteriophage in a medium containing radioisotope of phosphorus, the DNA of that virus or bacteriophage became radioactive. ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്തത്? ബാക്ടീരിയോഫേജിനെ റേഡിയോ ആക്റ്റീവതയുള്ള ഫോസ്ഫറസ് മീഡിയത്തില് വളർത്തി. ആ ഫോസ്ഫറസ് ആണ് പിന്നെ വൈറസിന്റെ DNA കയറിയത്. അപ്പൊ വൈറസിന്റെ DNA റേഡിയോ ആക്റ്റീവതയുള്ളതായി മാറി. പക്ഷെ ഫോസ്ഫറസ് പ്രോട്ടീനിലെ ഒരു പാർട്ട് അല്ലാത്തത് കൊണ്ട് പ്രോട്ടീൻ കോട്ടിന് റേഡിയോ ആക്റ്റീവത ലഭിച്ചതുമില്ല. In the second step, Hershey and Chase grown some other bacteriophage in a medium containing a radioisotope of sulfur, that is 35 sulfur. Sulfur is a part of protein, and so the protein coat of that virus or bacteriophage became radioactive. രണ്ടാമത് എന്താ ചെയ്തത്? വേറെ കുറച്ച് ബാക്ടീരിയോഫേജുകളെ റേഡിയോ ആക്റ്റീവതയുള്ള സൾഫർ മീഡിയത്തില് വളർത്തി. അപ്പൊ അവരുടെ പ്രോട്ടീൻ കോട്ടിലെ ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ് സൾഫർ. അങ്ങനെ ആ റേഡിയോ ആക്റ്റീവതയുള്ള സൾഫർ പ്രോട്ടീൻ കോട്ടിൽ വന്നു. അങ്ങനെ പ്രോട്ടീൻ റേഡിയോ ആക്റ്റീവതയുള്ളതായിട്ട് മാറി. Thus, Hershey and Chase produced two types of bacteriophage, one with radioactive DNA and other with radioactive protein. Okay? Then, in the next step, they allowed these bacteriophage to attach on equally separately. രണ്ടാമത് എന്താ ചെയ്തത്? ഈ രണ്ട് തരം ബാക്ടീരിയോഫേജിനെയും ഈ കൊളിയില് അറ്റാച്ച് ചെയ്യാൻ അനുവദിച്ചു. ഈ കൊളി എസ്ചെറിഷ്യ കോളി ഈസ് എ ബാക്ടീരിയ. Thus, separately, these two bacteriophages are allowed to attach on separate equally. This is called infection. ഇതിനാണ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ബാക്ടീരിയോഫേജുകളെ ബാക്ടീരിയയെ അറ്റാച്ച് ചെയ്യാൻ അനുവദിച്ചു. അങ്ങനെ ബാക്ടീരിയോഫേജിന്റെ ജനറ്റിക് മെറ്റീരിയല് ബാക്ടീരിയന്റെ ഉള്ളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഇതിനാണ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഇൻഫെക്ഷൻ ഓഫ് ബാക്ടീരിയോഫേജ് ഓൺ ബാക്ടീരിയ. അപ്പൊ രണ്ട് തരം ബാക്ടീരിയോഫേജുകളും സെപ്പറേറ്റ് ആയിട്ട് ഈ കൊളിയില് അറ്റാച്ച് ചെയ്യാൻ അനുവദിച്ചു. Then, after the infection, Hershey and Chase separated the protein coat of bacteriophage from the bacteria by gently agitating them in a blender, and it is called blending. So in the next step, they separated bacteriophage and
ഈക്വളി ബാക്ടീരിയോഫേജിനെയും ഈക്വളിയെയും സെപ്പറേറ്റ് ചെയ്യും. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ബ്ലെൻഡിങ്. ഇതിനാണ് ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. ഒരു മിക്സിയിലിട്ടാണ് അടിച്ചാൽ മതി, അപ്പൊ രണ്ടും സെപ്പറേറ്റ് ആവും. ദിസ് ഈസ് കോൾഡ് ബ്ലെൻഡിങ്. Then after the blending, the viral particle and bacterial particles are separated by centrifugation. Thus in the next step, they separated the viral and bacterial particles through a process known as centrifugation. മൂന്നാമത്തെ സ്റ്റെപ്പില് ബാക്ടീരിയൽ പാർട്ടിക്കിൾസും വൈറൽ പാർട്ടിക്കിൾസും സെപ്പറേറ്റ് ചെയ്തു based on their density. Viral particles are with less density, bacterial particles are heavy or with high density. So through centrifugation they can be separated. Thus, after producing two types of bacteriophage, they allowed them to attach on equally. Separately, and it is called infection. Then after that, the viral coat is attached on the bacteria. It can be separated. This separation of attached viral coat from the surface of bacteria is called blending. Thus, through blending, a mixture of bacteria and viral particles are obtained. Then from this mixture, the viral particle and the bacterial particles are separated by centrifugation. And the centrifugation of the and that the separation of the viral particle from bacterial particle is the centrifugation. So, ബാക്ടീരിയോഫേജിനെ ബാക്ടീരിയയിൽ ഈക്വളിയിൽ അറ്റാക്ക് ചെയ്യാൻ അനുവദിച്ചു, ഇൻഫെക്ഷൻ നടത്താൻ അനുവദിച്ചു. അതിനുശേഷം ആ ഇൻഫെക്ഷന്റെ സമയത്ത് ബാക്ടീരിയോഫേജിൽ നിന്ന് ജനറ്റിക് മെറ്റീരിയൽ വൈറസിന്റെ ഉള്ളിലോട്ട് കയറി. അതിനുശേഷം ബാക്ടീരിയോഫേജിന്റെ പ്രോട്ടീൻ കോട്ട് ബാക്ടീരിയയുടെ സർഫസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തു. അതിനാണ് ബ്ലെൻഡിംഗ് എന്ന് പറയാം. അങ്ങനെ രണ്ടിന്റെയും ഒരു മിക്സ്ചറാണ് കിട്ടിയത്. ആ മിക്സ്ചറിൽ നിന്ന് വൈറൽ പാർട്ടിക്കിളും ബാക്ടീരിയൽ പാർട്ടിക്കിളും സെപ്പറേറ്റ് ചെയ്തു. ആ സെപ്പറേറ്റ് ചെയ്താനുള്ള മെത്തേഡാണ് സെൻട്രിഫ്യൂഗേഷൻ. Thus, after the centrifugation, in one test tube, they got a supernatant or clear solution and a sediment. The sediment possesses the bacterial part and the supernatant possesses the viral particle. And from the next or second infection, they again got the supernatant and the sediment. One with the DNA with the radioactive and other with the protein being radioactive. അവസാനം സെൻട്രിഫ്യൂഗേഷൻ നടത്തി ഒരു മിക്സ്ചർ ലഭിച്ചു. ആ മിക്സ്ചറിൽ സെൻട്രിഫ്യൂഗേഷന്റെ ഫലമായി ലൈറ്റർ ആയിട്ടുള്ള വൈറൽ പാർട്ടിക്കിൾ മുകളിലും ഹെവി ആയിട്ടുള്ള
ബാക്ടീരിയൽ പാർട്ടിക്കിൾ അടിയിലും സെഡിമെന്റ് ചെയ്ത് കിട്ടി, സെപ്പറേറ്റ് ചെയ്ത് കണ്ടു. അതിന് മുകൾ പാർട്ടില് ഇതിന് പറയുന്ന പേരാണ് സൂപ്പർനെറ്റന്റ്, അടിയിൽ സെഡിമെന്റ്. അങ്ങനെ രണ്ടു തരം ബാക്ടീരിയോഫേജുകളെ അറ്റാച്ച് ചെയ്യാൻ അനുവദിച്ചിരുന്നു. അതുകൊണ്ട് അവയെ സെപ്പറേറ്റ് ചെയ്തപ്പോൾ രണ്ടു തരം സെൻട്രിഫ്യൂജ് കിട്ടി. ഒന്ന് റേഡിയോ ആക്റ്റീവത ഉള്ള DNA ഉള്ള ബാക്ടീരിയോഫേജിനെ അറ്റാച്ച് ചെയ്യാൻ അനുവദിച്ചത്. രണ്ടാമത്തത് പ്രോട്ടീൻ റേഡിയോ ആക്റ്റീവതയുള്ള ബാക്ടീരിയോഫേജിനെ ഇൻഫെക്ട് ചെയ്യാൻ അനുവദിച്ചത്. ഓക്കെ. Then after that they examined from which part the radiation is coming out. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തതിനു ശേഷം അവര് വൈറസിന്റെ പാർട്ടിൽ നിന്നാണോ അതല്ല ബാക്ടീരിയയുടെ പാർട്ടിൽ നിന്നാണോ റേഡിയേഷൻ വരുന്നത് എന്ന് ഒബ്സർവ് ചെയ്തു. In the first, in which DNA is radioactive, that radiation came out from the ബാക്ടീരിയൽ പാർട്ട്. ഒന്നാമത്തെ കേസിൽ DNA-യിലായിരുന്നു റേഡിയോ ആക്റ്റീവത ഉള്ളത്. ആ വൈറസിനെ അല്ലെങ്കിൽ ബാക്ടീരിയോഫേജ് അറ്റാച്ച് ചെയ്തതില് വൈറസിന്റെ പാർട്ടിൽ നിന്നല്ല ബാക്ടീരിയയുടെ പാർട്ടിൽ നിന്നാണ് റേഡിയേഷൻ വന്നത്. ഇപ്പൊ എന്താ മനസ്സിലായത്? ഫ്രം ദാറ്റ് bacteriophage, DNA is passed into the bacteria. So from bacterial particle radiation came out. So they proved that from the bacteriophage DNA is passed into the bacteria, and so the genetic material is DNA. Then in the second one, this is the centrifuge in which the radioactive protein, virus or bacteriophage are attached with the E. coli or bacteria, in which radiation came out from the supernatant and leaks from the viral particle. രണ്ടാമത്തെ കേസിൽ റേഡിയോ ആക്റ്റീവതയുള്ള പ്രോട്ടീൻ അടങ്ങിയ ബാക്ടീരിയോഫേജിനെയാണ് ബാക്ടീരിയയില് ഈ കൊളിയില് അറ്റാച്ച് ചെയ്തത്. അതിന്റെ സെപ്പറേഷൻ നടത്തി സെൻട്രിഫ്യൂഗേഷൻ നടത്തി കിട്ടിയതിൽ നിന്ന് നോക്കുമ്പോ വൈറസിന്റെ ഭാഗത്തു നിന്നാണ് റേഡിയേഷൻ വരുന്നത്, ബാക്ടീരിയയുടെ ഭാഗത്തു നിന്ന് റേഡിയേഷൻ വരുന്നില്ല. അപ്പൊ ഇതിനെന്താ മനസ്സിലാവുന്നത്? ദാറ്റ് പ്രോട്ടീൻ കോഡ് ഈസ് നോട്ട് entered into the E. coli, and so that protein is not the genetic material. Thus, from this experiment with bacteriophage and E. coli, Hershey and Chase very clearly proved the genetic material is DNA. After that, there is no any debate about the chemical nature of genetic material. Clear ആയോ? എക്സാമിന് ചോദിക്കാം, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആദ്യം രണ്ടു തരം ബാക്ടീരിയോഫേജുകളെ വളർത്തി, അല്ലെ? ഒന്നിനെ ഫോസ്ഫറസിന്റെ റേഡിയോ ആക്റ്റീവതയുള്ള ഒരു മീഡിയത്തിൽ വളർത്തി. അന്നേരം ബാക്ടീരിയോഫേജിന്റെ DNA റേഡിയോ ആക്റ്റീവതയുള്ളതായി മാറി. രണ്ടാമത് ബാക്ടീരിയോഫേജിനെ റേഡിയോ ആക്റ്റീവതയുള്ള സൾഫർ മീഡിയത്തിൽ വളർത്തി. അപ്പോ ആ ബാക്ടീരിയോഫേജുകള് ഇവിടെ പ്രോട്ടീൻ കോട്ട്
റേഡിയോ ആക്റ്റീവതയുള്ളതായിട്ട് മാറി. അപ്പൊ 2 തരം ബാക്ടീരിയോഫേജുകളെയാണ് ഇവരുണ്ടാക്കിയത് അല്ലെ. ഒന്നിന്റെ DNA-ക്ക് റേഡിയോ ആക്റ്റീവതയുണ്ട്, രണ്ടാമത്തതില് പ്രോട്ടീൻ കോട്ടിനാണ് റേഡിയോ ആക്റ്റീവത ഉള്ളത്. ഈ 2 വിഭാഗത്തെയും സെപ്പറേറ്റ് ആയിട്ട് ഈ കൊളിയില് ഇൻഫെക്ട് ചെയ്യാൻ അനുവദിച്ചു. അവ ഈ കൊളിയിൽ ഇൻഫെക്ഷൻ നടത്തി. ഒരു ബാക്ടീരിയോഫേജ് ബാക്ടീരിയയെ ഇൻഫെക്ഷൻ നടത്തി എന്ന് പറഞ്ഞാൽ ബാക്ടീരിയോഫേജിന്റെ ജനറ്റിക് മെറ്റീരിയൽ ബാക്ടീരിയന്റെ ഉള്ളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ അതിന്റെ പ്രോട്ടീൻ കോട്ട് അല്ലെങ്കിൽ അതിന്റെ കോട്ട് ബാക്ടീരിയന്റെ മുകളിൽ പറ്റി നിൽക്കും. ഇനി അത് സെപ്പറേറ്റ് ചെയ്യണം. അത് 2 വിഭാഗത്തിലും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവയെ എന്ത് ചെയ്തു, ഒരു മിക്സിയിലിട്ട് നന്നായി അടിച്ചു. ഇതിനാണ് ബ്ലെൻഡിങ് എന്ന് പറയുക. അതിന്റെ ബ്ലെൻഡിങ് നടത്തിയപ്പം ബാക്ടീരിയ വേറെ വൈറസ് വേറെ ആയിട്ട് മാറി. എന്നിട്ട് വീണ്ടും ബ്ലെൻഡിങ് നടത്തിയപ്പോൾ എല്ലാം അതിന്റെ സെൽവാളൊക്കെ പൊടിഞ്ഞ് ഒക്കെ പാർട്ടിക്കിൾസ് ഒക്കെ സെപ്പറേറ്റ് ആയി. എന്നിട്ട് ആ മിക്സ്ചറിൽ നിന്ന് പിന്നെ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന മെത്തേഡിലൂടെ വൈറൽ പാർട്ടിക്കിളും ബാക്ടീരിയൽ പാർട്ടിക്കിളും സെപ്പറേറ്റ് ചെയ്യും. അപ്പം 2 ടെസ്റ്റ് ട്യൂബ് ഉണ്ടാവില്ലേ, കാരണം 2 തരം ഇൻഫെക്ഷൻ നടത്തിയിട്ടുണ്ട്, 2 തരം സെൻട്രിഫ്യൂഗേഷൻ നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് 2 തരം റിസൾട്ട് ഉണ്ട്. എന്നിട്ട് അതില് വൈറൽ പാർട്ട് നിന്നാണോ അതല്ല ബാക്ടീരിയൽ പാർട്ട് നിന്നാണോ റേഡിയേഷൻ വരുന്നത് എന്ന് നിരീക്ഷിച്ചു. ഇവിടെ എന്താ കിട്ടിയത്? ബാക്ടീരിയോഫേജിന്റെ DNA-യിൽ റേഡിയേഷൻ ഉള്ള ആ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ബാക്ടീരിയൽ പാർട്ട് നിന്നാണ് റേഡിയേഷൻ വന്നത്, വൈറൽ പാർട്ട് എന്നല്ല. കാരണം ആ ബാക്ടീരിയോഫേജിന്റെ അല്ലെങ്കിൽ വൈറസിന്റെ DNA ഈ കൊളിയുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായി ജനറ്റിക് മെറ്റീരിയല് DNA ആണ്. ഇന്ന് രണ്ടാമത്തത് നോക്കി. രണ്ടാമത്തതിൽ നോക്കുമ്പോൾ വൈറൽ പാർട്ട് നിന്നാണ് റേഡിയേഷൻ വരുന്നത്. അതില് പ്രോട്ടീനാണ് റേഡിയേഷൻ ഉള്ളത്. അതുകൊണ്ട് ആ പ്രോട്ടീൻ ബാക്ടീരിയയുടെ ഉള്ളിൽ കയറിയിട്ടില്ല. കയറിയില്ലെങ്കിൽ അവിടുന്ന് റേഡിയേഷൻ വരും. അപ്പം DNA ആണ് ബാക്ടീരിയന്റെ ഉള്ളിലേക്ക് കയറുക, പ്രോട്ടീൻ അല്ല എന്ന് ഈ എക്സ്പെരിമെന്റിലൂടെ അവര് കൃത്യമായി തെളിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തില് പ്രോട്ടീൻ അല്ല മറിച്ച് DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് ഒരു സംശയവും ഇല്ലാതെ തെളിയിച്ചു. ഇതാണ് ഹർഷി ചേസ് എക്സ്പെരിമെന്റ് ബൈ വിച്ച് they proved that the genetic material is DNA. ക്ലിയർ ആയില്ലേ? അത് കൃത്യമായിട്ട് ഇങ്ങനെ മനസ്സിൽ കയറ്റി വെച്ചാൽ മതി. പിന്നെ കുറെ കാണാതെ പഠിക്കാനൊന്നുമില്ല. വെരി ഈസി. താങ്ക് യു.